റിലീസിന് പിന്നാലെ തന്നെ വലിയ വിവാദമായി മാറിയ മലയാള ചിത്രം എമ്പുരാൻ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലും ചർച്ചയാവുന്ന സാഹചര്യത്തിൽ സിനിമയെ ശരിക്കും ഒറ്റിക്കൊടുത്ത ആരാണെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കും നേരെ ഉയർന്ന വിമർശനങ്ങൾക്കിടെ ഒരു പ്രത്യേക ശബ്ദം ഉയർന്നു വന്നു. അത് നമ്മുടെ മേജർ രവിയുടേതായിരുന്നു. മോഹൻലാൽ ഈ സിനിമ റിലീസിന് മുൻപ് കണ്ടിട്ടില്ലെന്നും കണ്ടതിന് ശേഷം ആളുകളോട് മാപ്പ് പറയാൻ മോഹൻലാൽ കാത്തിരിക്കുകയെന്നും പറഞ്ഞാണ് മേജർ രവി രംഗത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് ആരോടാണ് പറയുന്നത്? ഇന്നലെ സിനിമയിൽ എത്തിയ ഒരാളല്ല മോഹൻലാൽ. മോഹൻലാലിന്റെ സിനിമകൾ വിജയിക്കുന്നത് അയാളുടെ അഭിനയം കൊണ്ട് മാത്രമല്ല, അതിന്റെ സ്ക്രിപ്റ്റ് കൊണ്ടുകൂടിയാണ്. എന്നിട്ടും സിനിമ റിലീസ് ആയതിനു ശേഷം മാത്രമാണ് പുള്ളി ഇത് കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കണമെങ്കിൽ പ്രേക്ഷകർ മോഹൻലാൽ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞതുപോലെ മത്തായി കുട്ടപ്പന്മാരല്ല. മോഹൻലാലിനോടുള്ള എല്ലാ ഇഷ്ടവും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അടുത്ത കാലത്തായി ഇറങ്ങിയ സിനിമകളെല്ലാം 8 നിലയിൽ പൊട്ടുന്നു എന്ന കാര്യത്തിൽ ഗിന്നസ് ബുക്കിൽ വരെ പേര് വരാനിടയുള്ള ഒരു താരമായ താങ്കൾക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി മാത്രമായിരുന്നു ഈ സിനിമ എന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. പ്രായം പോലും വകവയ്ക്കാതെ അങ്ങ് പാഞ്ഞു നടന്ന് പ്രൊമോഷൻ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ആ സിനിമയിൽ ഉള്ളത് എന്താണെന്ന് നോക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ല അല്ലേ? ഒരു തികഞ്ഞ BJP-കാരനായ സവർണ സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്ന മോഹൻലാൽ തന്റെ നിലനിൽപ്പിന് വേണ്ടി പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുത്ത സിനിമയാണ് എമ്പുരാൻ. എന്നാൽ സിനിമ ഇറങ്ങി വിവാദമായപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. RSSകാർ കാലാകാലമായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതിനെ ന്യൂ ജനറേഷൻകാർ വിളിക്കുന്നത് ഡബിൾ ഡാഡി സിൻഡ്രോം എന്നാണ്. താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കാണുമ്പോൾ മഹാനട ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു തികഞ്ഞ RSSകാരനായി നിങ്ങൾ ഒരേ സമയം നിങ്ങളുടെ പാർട്ടിയിലുള്ളവരെയും സിനിമ കാണുന്ന പ്രേക്ഷകരെയും ഒരുമിച്ച് മണ്ടന്മാരാക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഏറാൻ മൂളികളായ ആളുകൾ നിന്ന് തരുന്നു എന്ന് കരുതി ലോകത്തുള്ളവരെല്ലാം അങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും രസം മോഹൻലാലിനെ വെളുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന മേജർ രവിയെ കാണുമ്പോഴാണ്. താൻ കൂടെ അഭിനയിച്ച സിനിമയിലൊക്കെ മോഹൻലാൽ സ്വന്തം ഡയലോഗുകൾ വരുന്ന സീൻ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഈ സിനിമ അദ്ദേഹം കണ്ടില്ലെന്നും പറയുന്ന മേജർ രവി പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന മഹാനാണെന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞു പോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈബർ ലോകത്ത് ചർച്ചയാവുന്ന മറ്റൊരു കാര്യം മേജർ രവിയുടെ ഇരട്ടത്താപ്പാണ്. സിനിമയുടെ റിലീസിന് പിന്നാലെ മാധ്യമങ്ങളോട് ഉഗ്രൻ പടമാണെന്നും ഒരു ഡയറക്ടറുടെ ഡ്രീം ആണ് ഇതുപോലെ ഒരു പടം ചെയ്യാൻ പറ്റുക എന്നൊന്നും 3ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുമാണ് പറഞ്ഞത്. എന്നാൽ ചിത്രം വിവാദമായപ്പോൾ പ്ലേറ്റ് ആകെ മാറി. മുരളി ഗോപിയെ വിമർശിക്കുകയാണ് മേജർ രവി ചെയ്യുന്നത്. മുരളിയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുന്ന ഹിന്ദുക്കളെയും ശൂലങ്ങളെയും കാണിക്കുന്നുണ്ട്. എന്നാൽ എവിടുന്ന് അത് തുടങ്ങി, ആ വണ്ടി എങ്ങനെ കത്തി, ആര് കത്തിച്ചു, എന്തുകൊണ്ട് ഒരു കമ്പാർട്ട്മെന്റിനകത്ത് 53 പേർ മരിച്ചുപോയി എന്നതിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ വിഷയമാകുമായിരുന്നില്ല. മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കൾ എന്ന് കാണിച്ചാൽ അത് വർഗീയതയല്ലേ എന്നും മേജർ രവി ചോദിക്കുകയുണ്ടായി. എന്തായാലും പാച്ചുവും ഗോപാലിനും കൂടി ഒരുമിച്ച് ഇന്ന് വെളുപ്പിക്ക് ഒടുക്കം കുളിപ്പിച്ച് കുട്ടി ഉണ്ടാവാത്ത അവസ്ഥയാവരുതെന്ന് മാത്രം.